ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട സത്യഭാമ അരികിലേക്ക് വന്ന് ശാലിനിയോട് ദേഷ്യപ്പെട്ടു. എന്താടി, നീ സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുകയായിരുന്നോ? നിന്റെ അമ്മയോട് സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നോടി എന്ന് ചോദിച്ച് സത്യഭാമ ശാലിനിക്ക് നേരെ തട്ടിക്കയറി. എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത് നീ ഒറ്റയൊരുത്തിയാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെയും നിന്റെ കുടുംബശ്രീ ഹോട്ടലും വെറുതെ വിടില്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ രോഹിത് അരികിലേക്ക് എത്തി സത്യാമ്മ വേണ്ട എന്ന് പറഞ്ഞു. മിണ്ടി പോകരുത് നീ എന്ന് രോഹിത്തിനെ താക്കീത് ചെയ്ത് സത്യഭാമ പറഞ്ഞു. നീ എന്റെ മകനോട് സ്നേഹം കൂടി അടുത്ത് വന്നപ്പോ അവനെ ജീവൻ എടുക്കാനാണ് നീ കൂടെ നടക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, കുടുംബശ്രീ ഹോട്ടൽ മാത്രമല്ല അവിടെയുള്ള എല്ലാത്തിനെയും ഒന്നിച്ചതിലിട്ട് ഞാൻ കത്തിച്ചു കളയും എന്ന് സത്യഭാമ പറഞ്ഞു. അപ്പോഴേക്കും ICUവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ടതോടെ സത്യഭാമ ഡോക്ടറെ അരികിലേക്ക് ഓടിയെത്തി. ഡോക്ടറെ, എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, ഇപ്പോ എന്തായാലും വിഷ്ണുവിനെ കാണാൻ പറ്റില്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വിഷ്ണു. ഉടനെ സത്യഭാമ പറഞ്ഞു, ഡോക്ടറെ എന്റെ മോനെ എനിക്കൊന്ന് കാണണമെന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണുവിനെ കാണാൻ കഴിയില്ല. വിഷ്ണുവിനെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ബ്ലഡ് വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിന് ശേഷം കുറച്ചുകൂടി കാത്തിരുന്നിട്ട് മാത്രമേ വിഷ്ണുവിനെ കാണാനുള്ള അവസരം ഒരുക്കാൻ പറ്റൂ എന്ന് ഡോക്ടർ അറിയിച്ചു. വിഷ്ണുവിന് വേണ്ടി ഞങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. വിഷ്ണുവിന് ആപത്തും വരാതിരിക്കാൻ, വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങളാകും വിധം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നും പ്രാർത്ഥനയോടെ ഇരിക്കാൻ അറിയിച്ച് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമ ആകെ ടെൻഷനോടെ വിഷ്ണുവിനെ ആ ഡോറിനരികിൽ വന്ന് നോക്കി. ശാലിനി ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ വീണ്ടും ശാലിനിക്ക് അരികിലേക്ക് ചെന്നു. എടീ, നിനക്കിപ്പോ സമാധാനമായല്ലോ അല്ലെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്നിച്ച് ഞാൻ കത്തിച്ചിരിക്കും. ഓർത്തോ, ഈ സത്യഭാമയെ പറയുന്നത്. പെട്രോൾ ഒഴിച്ച് നിന്നെയൊക്കെ ഞാൻ തീർത്തിരിക്കും എന്ന് സത്യഭാമ ശാലിനിയെ വെല്ലുവിളിക്കുന്നു. എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ശാലിനി തലകുരിച്ചങ്ങനെ നിൽക്കുമ്പോൾ നാസർ എന്ന ആ SI അരികിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നു. രോഹിത് സത്യഭാമയെ ശാലിനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ട് വിഷമത്തോടെ രോഹിത് നോക്കിയിരുന്നു. അപ്പോഴാണ് ചന്ദ്രബോസ് പുറത്തേക്കിറങ്ങി മധുശ്രീയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. മധുശ്രീ കോൾ എടുത്തതും ചന്ദ്രബോസ് ചോദിച്ചു, ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണല്ലേ? അപ്പോഴേക്കും മധുശ്രീ ചോദിച്ചു, എന്താ അയച്ചിട്ടപ്പ, അവനെ അങ്ങ് മുകളിലേക്ക് എടുത്തോ എന്ന് ചോദിച്ചിട്ടും ചന്ദ്രബോസ് പറഞ്ഞു, ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ എടുക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി അവനെ രക്ഷിക്കാൻ ദൈവം നമ്പുരാന് പോലും കഴിയില്ല എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. ഉടനെ ചന്ദ്രബോസിനോട് സുസ്മിത ചോദിച്ചു, മധുശ്രീ ചോദിച്ചു, അല്ല, ആ ശാലിനി അവളവിടെ വന്നിട്ടില്ലേ? അവള് പ്രണയത്തിന്റെ പുതിയ പുതിയ ഗാഥകൾ രചിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവള്? അങ്ങനെയുള്ള അവളിപ്പോ അവിടെ എത്തിയിട്ടില്ലേ, അവള് വിഷ്ണുവേട്ടന് വേണ്ടി എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, പിന്നെ അവളും എത്തിയിട്ടുണ്ട്. അവളുടെ ശത്രു സത്യഭാമയെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ആരെങ്കിലും ഒരാൾ തീർന്നാൽ അത്രയും നന്നായല്ലോ. അമ്മ തീരുകയാണെങ്കിൽ മകന്റെ അമ്മയുടെയും ജഡം ഒരേ വണ്ടിയിൽ കയറ്റിവിടാം. ഇനി അതല്ല, അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും കൊടുത്തു വിടുന്നവരും പ്രവർത്തിച്ചവനും ലാഭം തന്നെ. ഇനി അതല്ല, കൊണ്ടുപോകുന്നവനും കൊടുത്തു വിടുന്നവനും ലാഭം. ഇനി അതും അല്ല, മറിച്ച് ശാലിനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ രണ്ടിനെയും കൂടി ഒരു പട്ടടയിലടക്കാം. അതും കൊടുത്തു വിടുന്നവനും കൊണ്ടുപോകുന്നവനും ലാഭമുള്ള കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു, മനസ്സിലായി. ചിറ്റപ്പന്റെ ഈ ലാഭക്കണക്കിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ചിറ്റപ്പൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചിറ്റപ്പൻ അർഹിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിറ്റപ്പന് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരു സന്തോഷത്തിന് എങ്കിലും കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീ പറഞ്ഞു, അല്ല ചിറ്റപ്പ, ഈ വിഷ്ണുവും ശാലിനി എന്നൊക്കെ പറയുന്നതേ അത്ര പെട്ടെന്ന് അങ്ങ് തീരുന്ന ഒരു ആളുകളല്ല. അതുകൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും വിശദമായിട്ടൊന്ന് പറ, ആ സത്യഭാമയും ശാലിനിയും തമ്മിലുള്ള അവിടുത്തെ രംഗം എങ്ങനെയാണ്, പിന്നെ എന്താണ് അവനെ തകർക്കാനായിട്ട് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഈ ഒരു പ്രശ്നത്തിലെ പുതിയൊരു സംഭവം കൂടി വന്നു ചേർന്നിട്ടുണ്ട്. കാരണം ആ ശാരദാമ്മയുണ്ടല്ലോ, അവര് കൊണ്ടുവന്നു തന്ന ഭക്ഷണത്തിലാണ് വിഷ്ണുവിന്റെ ഉള്ളിൽ വിഷം ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരദാമ്മയ്ക്ക് കൂടി മുട്ടം പണി കിട്ടുന്നതാണ്. ഇനി അഥവാ വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സത്യഭാമ ശാരദാമ്മയും കുടുംബത്തെയും അവിടെ ഇട്ട് കത്തിക്കും. പിന്നെ ശാരദ ഹോട്ടലും കാണില്ല, ശാരദാമ്മയും കാണില്ല, കുടുംബശ്രീ ഹോട്ടൽ അതോടെ അവസാനിക്കും. എന്താ, എങ്ങനെയുണ്ട് എന്റെ പണി എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു,
എന്തായാലും അവൾ ആ കളക്ടർ പദവിയിലേക്ക് എത്തിയപ്പോ എല്ലാവരും അവളെ അങ്ങ് പുകഴ്ത്തി. അവൾ അങ്ങ് കൊമ്പത്ത് കയറി. എന്നാ അവൾ അതിലും ഉയരത്തിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കരുതിയതും. അത് വേറൊന്നിനുമല്ല, അങ്ങനെ അങ്ങ് മുകളിലേക്ക് അവളെ കയറ്റി വിട്ടാലല്ലേ അവളെ അടിച്ച് താഴെ ഇടുമ്പോ അതിന്റെ വേദനയും ആഘാതവും അവൾക്ക് മനസ്സിലാവൂ എന്ന് മധുശ്രീ ചന്ദ്രബോസിനോട് പറയുന്നു. എല്ലാം കേട്ട ചന്ദ്രബോസ് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ മധുശ്രീ വളരെ പ്രതീക്ഷയോടെ ചന്ദ്രബോസിനോട് ചോദിച്ചു, അല്ല ചിറ്റപ്പ, നമ്മുടെ സുസ്മിതയുടെ കാര്യം എന്തായി? സുസ്മിത ഉടനെ എത്തുവോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, ആ, സുസ്മിതയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ സുസ്മിതയെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ നടത്തിയിരുന്നു. പിന്നെ നീ ചിറ്റപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോഴത്തേക്ക്, നിന്റെ വിളി കേൾക്കുമ്പോ എന്റെ സുസ്മിത കുഞ്ഞിനെയാ, സുസ്മിത കുട്ടിയെ എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ സുസ്മിത മോള്, അവളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവാണ് എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, ഞാനും സുസ്മിതയെ പോലെ തന്നെയല്ലേ ചിറ്റപ്പ. ഇനി ഞങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാ മധുശ്രീ സുസ്മിതയെക്കാളും ഒരു പടി മുന്നിൽ വരാനായിട്ടേ ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ നിൽക്കുന്നവളുമാണ് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, മധുശ്രീ, സുസ്മിത അത് ജനസ് വേറെയാണ്. അവളിപ്പോ ജയിലിലാണ് കിടക്കുന്നതെങ്കിലും അവള് നിൽക്കുന്നിടം അവളുടെ വിഷ്ണുലോകമാണ്. അതാണ് അവളുടെ പ്രത്യേകത. ഈയിടെയും ജയിലിൽ എന്തോ കുഴപ്പമുണ്ടാക്കി. ഏതോ ജയിൽ വാർഡന്റെ പല്ല് അടിച്ചു കൊഴിച്ചു എന്നാണ് കേട്ടത്. അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആ പല്ലിന് എനിക്ക് ചെലവാക്കേണ്ടി വന്നത് എന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അതിനും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെലവായതെന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അത് കേട്ടതും മധുശ്രീ പറഞ്ഞു, അല്ല, ഉടനെ എങ്ങാനും അവൾ ഇറങ്ങുമോ എന്ന് ചോദിച്ചപ്പം, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അവളുടെ യോഗം അത് ജയിലിനകത്താണെങ്കിലും ജയിലിന് പുറത്താണെങ്കിലും അവൾ എവിടെ നിൽക്കുന്നു അത് അവൾ വിഷ്ണുലോകമാക്കി മാറ്റിയിരിക്കും. അതാണ് അവളുടെ ഒരു സ്വഭാവവും പ്രവൃത്തിയും ഒക്കെ. എന്തായാലും എന്റെ മോളെ എത്രയും വേഗം ഞാൻ പുറത്തിറക്കും എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. ഉടനെ മധുശ്രീ പറഞ്ഞു, എന്തായാലും ചിറ്റപ്പ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം എന്നെ അറിയിക്കണം. എനിക്കാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നേരിൽ കാണാൻ വല്ലാത്ത കൊതിയാവുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ വിഷ്ണുവിന്റെ മൂക്കിൽ പഞ്ഞി വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഇനി മുഖത്ത് ഒരു സങ്കടഭാവവും വരുത്തി ഒരു റീത്തുമായിട്ട് വേഗം തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തണല്ലോ. അതാണ് ആകെ ഒരു വിഷമം എന്ന് ചന്ദ്രബോസിനോട് മധുശ്രീ അറിയിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഇനി അഥവാ അവൻ മരണപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൻ മരിക്കരുതെന്ന് തന്നെയാണ് ഇപ്പൊ എന്റെയും ആഗ്രഹം. അവന്റെ കാലോ കയ്യോ കണ്ണോ എന്തെങ്കിലും ഒന്ന് പോയാ മതി. അങ്ങനെ അവൻ കിടന്ന കിടപ്പിൽ കിടക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്നാൽ മാത്രമേ ആ ശാലിനി അവൾക്ക് നോവൂ. മരിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അതിന്റെ വേദനയും സങ്കടമൊക്കെ കാണുള്ളൂ. അത് ഇനി എത്ര വലിയ സ്നേഹമായിരുന്നെന്നും എത്ര വലിയ പ്രണയബന്ധമായിരുന്നു എന്ന് പറഞ്ഞാലും 6 മാസത്തിനപ്പുറത്തേക്ക് ആ ഒരു സങ്കടം ഉണ്ടാവില്ല. എന്നാൽ മറിച്ച് കാലോ കയ്യോ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഹാനി സംഭവിക്കുകയാണെങ്കിൽ ഇനി അത് ജീവിതകാലം മുഴുവൻ അവൾക്കതൊരു ബാധ്യതയായി മാറും. അവൾക്ക് കരയാനുള്ള ഒരു അവസരമാകും. പിന്നെ അവള് തന്നെ ശപിച്ച് ആ ജീവൻ അങ്ങ് ഇല്ലാതാക്കിക്കോളും. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, എന്തായാലും ചിറ്റപ്പ, അവളുടെ ഇപ്പോഴത്തെ സങ്കടവും അവളുടെ പ്രാർത്ഥനയും ഒക്കെ അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. കാരണം അവൾ വിളിക്കുന്നതും അവളുടെ അമ്മ വിളിക്കുന്നതുമായിട്ടുള്ള ദൈവങ്ങൾ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം കൂടി കരുതിയിരിക്കണം. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ചാത്തനും മർദ്ദിക്കുമെന്നും അവരുടെ ഒപ്പമുള്ള ദൈവത്തിന്റെ അത്ര ശക്തി പോരാ, അതാണ് സത്യം എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രബോസ് അപ്പോഴേക്കും ആലോചിച്ചത്, സുസ്മിത അവിടുത്തെ ജയിൽ വാർഡനെയും മറ്റു പോലീസുകാരെയും മർദ്ദിക്കുന്നതും അവർക്കെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുമുള്ള സുസ്മിതയുടെ അപ്പോഴത്തെ പ്രവൃത്തികളെ കുറിച്ച് ചന്ദ്രബോസ് ചിന്തിച്ചു. പിന്നീട് കാണുന്നത് ശാരദാമ്മ പൂജാമുറിയിൽ ഭഗവാന്മാരുടെ മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുകയാണ്. എന്റെ ദേവി, എന്റെ വിഷ്ണുമോന് ഞാൻ എന്റെ കൈകൊണ്ട് കൊടുത്ത ഭക്ഷണത്തിലാണ് ആ വിഷം കലർന്നിരുന്നത് എന്നാണ് പറയുന്നത്. അന്നത്തിൽ വിഷം കലർത്താൻ എന്നെ കൊണ്ടാകുമോ ദേവി? ഇവിടെ അന്നം വിളമ്പിയാണല്ലോ ഞാൻ ഈ ശാരദാമ്മ ഈ പേര് തന്നെ സമ്പാദിച്ചത്. ആ അന്നത്തിൽ ഞാൻ വിഷം കലർത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വിഷ്ണുമോൻ എനിക്ക് മറ്റാരുമല്ല, എന്റെ മക്കളെക്കാളേറെ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്റെ വിഷ്ണു. കാരണം എന്റെ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്റെ ശാലിനി മോളുടെ ജീവനും പ്രാണനുമൊക്കെയാണ്. വിഷ്ണുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ എന്റെ മോൾക്ക് ജീവൻ ഉണ്ടാവില്ല, അവൾ ജീവനോടെ കാണില്ല. അതാണ് സത്യം. അതുകൊണ്ട് എന്റെ വിഷ്ണുമോന് ഒരാപത്തും വരുത്തരുതേ ദേവി. അവൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട ത്യാഗവും സങ്കടവും വേദനയും ഒക്കെ അത്
വിഷ്ണുവിന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണോ അവൾ അതെല്ലാം സഹിച്ചത്, അവന്റെ ജീവന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ കേണപേക്ഷിക്കുന്നത്. അന്നം കൊണ്ട് ഇന്നേ വരെ അന്നത്തിൽ യാതൊരു മായവും കലർത്താതെ ഇത്രയും നാൾ ഈ സമൂഹത്തിൽ ജീവിച്ചവളാണ് ഞാൻ. ദേവിയും ആ അന്നത്തിലൂടെ ഒരാൾക്ക് ആപത്തുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ, അതും എൻ്റെ ഈ കൈകൊണ്ട് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചെങ്കിൽ അതിന് ഞാൻ എന്താണ് ദേവി ചെയ്യേണ്ടത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എൻ്റെ മഹാമായെ. എന്താണ് സത്യമെന്ന് അവിടുന്ന് തന്നെ തെളിയിക്കണം. എൻ്റെ വിഷ്ണുമോന്റെ ജീവന് ആപത്തൊന്നും വരുത്താതെ എൻ്റെ ശാലിനി മോൾക്ക് അവനെ തിരികെ നൽകണം. വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോളുടെ ജീവിതം പിന്നെ അവസാനിച്ചു. അവൾക്ക് പിന്നെ ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ദേവി, അവിടുത്തെ മുന്നിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈയുള്ളവൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ദേവി എന്ന് ചോദിച്ച് ശാരദാമ്മ സങ്കടപ്പെടുമ്പോൾ ആ കാഴ്ച കണ്ട് ശാന്ത അവിടേക്ക് എത്തി. ശാരദാമ്മയുടെ സങ്കടത്തോടെയുള്ള നിൽപ്പ് കണ്ട് ശാന്ത അരികിൽ വന്ന് ശാരദാമ്മ എന്ന് വിളിച്ചു. ഉടനെ ശാരദാമ്മ പറഞ്ഞു, ശാന്തേ, ഇനി ഞാൻ എന്താ ചെയ്യുക? ഭഗവാനോട് പ്രാർത്ഥിക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. ശാന്തേ, ഇനി എന്നെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. എനിക്കൊന്നും ചെയ്യാനാവില്ല. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും മാറുന്നുമില്ല. ഇവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. എത്ര നേരം നിൽക്കാൻ കഴിയുമെന്നറിയില്ല, എങ്കിലും കഴിയുന്ന അത്രയും നേരം ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് ശാരദാമ്മ ശാന്തയോട് അറിയിച്ചു. അതെല്ലാം കേട്ട ശാന്ത ആകെ വിഷമത്തോടെ ശാരദാമ്മയെ നോക്കി. ശാരദാമ്മ വീണ്ടും സങ്കടത്തോടെ പ്രാർത്ഥനയിൽ മുഴുകി നിന്നു. ശാലിനി ഈ സമയത്ത് വിഷ്ണുവിന് എന്താണ് സംഭവിച്ചതെന്നും വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അറിയാൻ അങ്ങനെ പ്രതീക്ഷയോടെ ആ ഐസുവിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ശാലിനിയുടെ അരികിലേക്ക് ഐസുവിന്റെ ഡോറ് തുറന്ന് ഒരു നേഴ്സ് ഇറങ്ങി വന്നു. ആ നേഴ്സിനെ കണ്ടതും ശാലിനി വേഗം അരികിലേക്ക് എത്തിച്ചു, സിസ്റ്റർ, വിഷ്ണുവേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, മേഡം, അദ്ദേഹം കണ്ണു തുറന്നിട്ടുണ്ട്, ഇപ്പോ മയക്കം വിട്ടിട്ടുണ്ട്, മേഡത്തെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ശാലിനി വേഗം അകത്തേക്ക് ഓടിക്കയറി. വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ നോക്കി. കണ്ണുനീരോടെ വിഷ്ണുവിന്റെ അരികിലേക്ക് വരുന്ന ശാലിനി വിഷ്ണുവിന്റെ അരികിൽ വന്ന് ആ കൈയിലേക്ക് കടന്നു പിടിച്ചു. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ നോക്കി ചിരിച്ചു. ശാലിനി സങ്കടത്തോടെ ചോദിച്ചു, വിഷ്ണുവേട്ടൻ ഒരിക്കലും തോൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോ വിഷ്ണു പറഞ്ഞു, ഓ, താൻ എന്താണ് ഈ കാണിക്കുന്നത്? സത്യത്തിൽ ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് തന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞത്. എന്നിട്ട് താൻ അരികെ വന്നപ്പോ ഇങ്ങനെ സങ്കടപ്പെടുകയാണോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു. എടോ, സത്യത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് ഞാൻ വന്നിരിക്കുന്നത്. മരണം എന്നെ ഈ ലോകത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാണ്. എന്നെ കയ്യിലെടുത്ത് തോളിലിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങിയതാണ് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ എന്ന് വിളിച്ചപ്പോ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, എടോ, എനിക്കറിയാമായിരുന്നു എനിക്കൊന്നും സംഭവിക്കില്ല എന്ന്. കാരണം മരണത്തിന് പോലും ഒന്നിനും എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് താൻ എനിക്ക് നൽകിയ വാക്ക്, മരണത്തിന് പോലും എന്നെ വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല എന്ന് താൻ എന്നോട് പറഞ്ഞ ആ വാക്ക്, അതായിരുന്നു എൻ്റെ ഉറപ്പ്. ഞാൻ എങ്കിലും ഇടയ്ക്ക് ആശങ്കപ്പെട്ടിരുന്നു, എൻ്റെ ജീവൻ അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ ഭയന്നിരുന്നു. അപ്പോഴും താൻ എൻ്റെ അരികിലുണ്ടെന്നും തൻ്റെ വാക്കുകളുമാണ് എനിക്ക് ആ പ്രതീക്ഷ തന്നതും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയതും ആ വാക്കുകളായിരുന്നു. തന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവുമായിരുന്നു എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. ശാലിനി അപ്പോഴേക്കും വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, വേണ്ട, അധികം സംസാരിക്കണ്ട. ഇനിയും ഇതുപോലെ സംസാരിക്കാൻ എല്ലാം മാറി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇനിയും ഇതിൽ കൂടുതൽ സംസാരിക്കാവല്ലോ. അധികമൊന്നും ഇനി സംസാരിക്കണ്ട. എൻ്റെ വിഷ്ണുവേട്ടന് ഒന്നും സംഭവിക്കില്ല. ഞാൻ എപ്പോഴും അരികിൽ തന്നെ ഉണ്ടാകും, ഇതുപോലെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, എടോ, താൻ എന്നെ വിട്ടിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എന്നും എൻ്റെ കൂടെ താൻ ഉണ്ടാകുമെന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, താൻ സൂക്ഷിക്കണം. നമുക്ക് ചുറ്റും നമ്മൾ അറിയാത്ത ഒത്തിരി ശത്രുക്കളുണ്ടോ. അവരുടെ നീക്കങ്ങൾ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തിയും എൻ്റെ ജീവനും താനാണെന്നറിയുമ്പോ ചിലപ്പോ തന്നെ ഏതെങ്കിലും ആപത്തിൽ പെടുത്തുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ സങ്കടപ്പെടരുത്. വിഷ്ണുവേട്ടൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഒന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, കണ്ണടച്ചാൽ എൻ്റെ മുന്നിൽ തെളിയുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, ഞാൻ രക്തം ഛർദ്ദിച്ച് അതിൽ വീണ് കിടക്കുന്ന എൻ്റെ രൂപമാണ്.
ആ ചുടുരക്തമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് പറഞ്ഞു, എടോ താൻ സൂക്ഷിക്കണമെന്ന് വീണ്ടും വിഷ്ണു ആവർത്തിച്ചത് കേട്ട് ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, സ്നേഹത്തെ തോൽപ്പിക്കാൻ പറ്റിയൊരായുധം ഇന്നേ വരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളൊക്കെ നമ്മളോട് പോരാടിക്കോട്ടെ, നമുക്കെതിരെ എത്ര വേണമെങ്കിലും യുദ്ധം നടത്തിക്കോട്ടെ, പക്ഷേ നമ്മൾ അവരെ എല്ലാവരെയും എതിർത്ത് തോൽപ്പിച്ച് ഇങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹത്തിലൂടെ അവരെ നമ്മൾ കീഴ്പ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, എടോ എനിക്കറിയാമടോ, തൻ്റെ സ്നേഹവും വാശിയും തൻ്റെ ദേഷ്യവും ഒക്കെ എന്നോളം അറിഞ്ഞത് ഈ ഭൂമിയിൽ വേറെ ആരും ഉണ്ടാവില്ല. എന്നാൽ തൻ്റെ ആ സ്നേഹം ഞാനും താനുമല്ലാതെ, പരസ്പരം നമ്മൾ മാത്രമല്ലാതെ മറ്റൊരാൾ കൂടി അത് തിരിച്ചറിഞ്ഞിരുന്നു. വേറെ ആരുമല്ല, ഈശ്വരൻ. കാരണം ഈശ്വരൻ എന്നെ തോളിലെടുത്ത് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞതും ശാലിനി വിഷ്ണുവിന്റെ ഭാവത്തി. വിഷ്ണുവേട്ട വേണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അല്ലടോ, ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങിയപ്പോ തന്റെ ആ മുഖം, തന്റെ പ്രാർത്ഥന, തന്റെ മനസ്സ്, എനിക്ക് വേണ്ടിയുള്ള തന്റെ ആ ഓട്ടവും പ്രാർത്ഥനയും ഒക്കെ ഈശ്വരൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്റെ അരികിലേക്ക് എന്നെ വിട്ടതാണ്. അല്ലെങ്കിൽ ഈശ്വരൻ അറിയാം, ഒരിക്കലും ഈശ്വരന് സമാധാനം താൻ കൊടുക്കില്ല എന്ന്. തന്റെ അരികിൽ നിന്ന് എന്നെ അടർത്തിയെടുത്താൽ ഒരിക്കലും ഈശ്വരന് ഒരു സമാധാനവും താൻ നൽകില്ല എന്ന് ഈശ്വരൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വീണ്ടും തന്റെ അരികിലേക്ക് എന്നെ ഈശ്വരൻ അയച്ചത് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ സങ്കടപ്പെടണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, നമുക്ക് നമ്മളെ പരസ്പരം അറിയാവല്ലോടോ. സത്യത്തിൽ തന്റെ അരികിലേക്ക് ഓടി വരാനായിട്ടുള്ള, തന്റെ സ്നേഹത്തിനടുത്തേക്ക് എത്താനുള്ള എൻ്റെ മനസ്സിന്റെ ആഗ്രഹവും ആ ഇഷ്ടവും ആ പ്രതീക്ഷയും ഒക്കെയാണ് വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, വിഷ്ണുവേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും വിഷ്ണുവേട്ടനോടൊപ്പം ഉണ്ടാവും. അപ്പോഴേക്കും അവിടേക്ക് നേഴ്സ് എത്തിയിട്ട് പറഞ്ഞു, മേഡം, അധിക സമയം സാറിനെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് നേഴ്സ് മാറുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ട, നേഴ്സ് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാവോ? ഞാനിവിടെ അധിക നേരം ഇരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പുറത്തിരുന്നാലും നമുക്ക് പരസ്പരം സ്നേഹിക്കാവല്ലോ വിഷ്ണുവേട്ട എന്ന് ശാലിനി പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ, അകന്നിരുന്ന് പരസ്പരം സ്നേഹിച്ചിട്ടുള്ള ആളുകളിൽ നമ്മളോളം വരുന്നവർ വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് പകരമോ നമ്മളെ പോലെയോ മറ്റാരും തന്നെ കാണുകയുമില്ല, അല്ലേടോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ നോക്കിയതും ശാലിനി പതിയെ വിഷ്ണുവിന്റെ ആ മുടിയിഴകൾ തലോടിക്കൊണ്ട് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, അതെ വിഷ്ണുവേട്ട, നമുക്കിങ്ങനെ പരസ്പരം സ്നേഹിക്കാം, നമ്മുടെ മരണം വരെ പരസ്പരം സ്നേഹിക്കാം എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു. വിഷ്ണു പറഞ്ഞു, ശാലിനി, താൻ എൻ്റെ ഒപ്പമുണ്ട് എന്നതാണ് എൻ്റെ ധൈര്യമെന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും വിഷ്ണുവേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. വിഷ്ണുവേട്ടൻ ഉറങ്ങുന്നത് വരെ ഞാൻ അരികിൽ തന്നെ ഉണ്ടാകും. വിഷ്ണുവേട്ടൻ്റെ ഒപ്പം എപ്പോഴും ഈ ശാലിനി ഉണ്ടാകുമെന്ന് ശാലിനി വിഷ്ണുവിന് വാക്ക് നൽകുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ആർക്കും ഏറ്റവും കൂടുതൽ ധൈര്യം നൽകുന്ന വാക്കുകളാണ് താനിപ്പോൾ പറഞ്ഞത് എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു. വിഷ്ണുവിനെ തന്നെ നോക്കി ശാലിനി ആ മുഖത്തേക്ക് നോക്കി മുടിയിഴകൾ തഴുക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് പുറത്തിറങ്ങി വന്ന ഡോക്ടറെ കാണാൻ ചന്ദ്രബോസ് എത്തിയത്. ഡോക്ടർ ഇപ്പോൾ വിഷ്ണുവിന്റെ കണ്ടീഷൻ എന്ന് ചോദിച്ചതും ഒന്നും പറയാറായിട്ടില്ല, ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചു, അല്ല ഡോക്ടർ, എന്താ സംഭവിച്ചതെന്നും എങ്ങനെയായി ഈ അവസ്ഥയുണ്ടായതെന്നും ഒന്ന് അറിയാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, അത് ഫുഡ് പോയ്സൺ ആണെന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. ഫുഡിൽ നിന്നുണ്ടായത് തന്നെയാണ്. പക്ഷേ അത് എന്ത് കെമിക്കലാണെന്ന് മാത്രം, അത് ഏത് മരുന്നാണെന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ശാലിനി മേഡം, അതായത് കളക്ടർ ശാലിനി മേഡത്തിന്റെ വീട്ടിൽ നിന്ന് മേഡത്തിന്റെ അമ്മ തയ്യാറാക്കി കൊണ്ടുവന്ന ആഹാരമാണ് വിഷ്ണുവിന് കൊടുത്തതെന്ന് അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടുവന്ന ഫുഡിലാണ് ഈ പ്രശ്നമുള്ളത് എങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ സംഭവിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെ വേറെ ആർക്കും യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് ചന്ദ്രബോസിനോട് ഡോക്ടർ ചോദിച്ചപ്പോ ശരിക്കും ആ ചോദ്യം തന്റെ നേർക്ക് വരുന്ന വലിയൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ചന്ദ്രബോസ് ഞെട്ടലോടെ നിൽക്കുന്നു.